ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ തന്നെയാണ് കേട്ടോ, ഞാൻ തിരിച്ച് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ് കേട്ടോ. അതായത് അന്ന് ഞങ്ങളുടെ അമ്മമ്മയുടെ അവിടുത്തെ വേലയാണ്, അതായത് എളനാട് വേല. അമ്മമ്മയുടെ വീട് എളനാടാണ് കേട്ടോ, കിഴക്കുമുറി. അപ്പോൾ അവിടുത്തെ വേലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വേല കഴിഞ്ഞിട്ട്, ഞങ്ങളുടെ അടുത്ത വേല ഫെബ്രുവരി 8-ാം തീയതി, അതുപോലെ അമ്മമ്മയുടെ അടുത്ത വേല ഫെബ്രുവരി 10-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വേലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ എല്ലാവരും കൂടി കൂടുക എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഞങ്ങളിതാ മേമ്മമാരും അതുപോലെ അനിയത്തിയും എല്ലാവരും കൂടിയിട്ട് ഇതാ ഞങ്ങൾ വേലപ്പറമ്പിൽ എത്തി കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വേല മിസ്സാക്കാറില്ല കേട്ടോ. ഞങ്ങൾ പണ്ട് മുതലേ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്മമ്മയുടെ കൂടി നടന്ന് വേലയ്ക്കൊക്കെ പോകും. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ ഒരു വേല എനിക്ക് കിട്ടി കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമായി. എനിക്ക് ഞങ്ങളുടെ അടുത്ത വേലയേക്കാൾ കുറച്ച് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അമ്മമ്മയുടെ അടുത്ത് വേലയാണ് കേട്ടോ, അതായത് എളനാട് വേല. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ ഈ ഒരു എളനാട് വേല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറേ അധികം ഓർമ്മകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാരേജ് കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങനെ എളനാട് വേല കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. കാരണം ഈ ഒരു ടൈമിൽ വന്നപ്പോൾ എനിക്ക് ഞങ്ങളുടെ അടുത്ത വേലയും അതുപോലെ ഈ എളനാട് വേല അതുപോലെ ഒരു നേർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കൂടാൻ പറ്റിയിട്ട് അതൊന്നും ഞാൻ മിസ്സാക്കിയില്ല. അപ്പോൾ ആ വീഡിയോസും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ വലിയ തിരക്കില്ല കേട്ടോ. പക്ഷെ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല തിരക്കായിരിക്കും. കാരണം നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയാണ് അമ്പലം. അപ്പോൾ ഇവിടെയാണ് എല്ലാ വേലകളും ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആനകളും അങ്ങനെ ഓരോ ഭാഗത്തുള്ള വേലകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ എളനാട് വേലയ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചൊരു എല്ലാവരും ഈ ഒരു വേലയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഈ വേലയൊക്കെ ടൈമിലാണ് നമ്മൾ ഒരുവിധം എല്ലാവരെയും കാണുക അല്ലേ. കാരണം കൂടെ പഠിച്ചതിനൊക്കെ ശരിക്കും അതൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ശരിക്കും ഇങ്ങനെ കൂടെ പഠിച്ചതിനൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ ഈ ഒരു എളനാട് വേലയ്ക്കായിരിക്കും ഒരുപാട് പേര് എനിക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം എൻ്റെ കൂടെ പഠിച്ചതിനൊക്കെ അങ്ങനത്തെ തിരക്കൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ഥലമൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേലകളെല്ലാം ഇവിടെ വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിന് മുകളിൽ നിന്നാൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റും. കാരണം കുറേ ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാനേ സ്ഥലം കിട്ടില്ല കേട്ടോ, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഒരുവിധത്തെ ഇരുട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇരുട്ടാകുമ്പോഴായിരിക്കും ഇവിടെ ഒരുപാട് തിരക്ക് വരിക കേട്ടോ. കാരണം ഓരോ വേലകളും ഇവിടേക്ക് വരുമ്പോഴായിരിക്കും കൂടുതൽ തിരക്ക് വരിക. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയ ശേഷം മുതൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, എൻ്റെ വീഡിയോസ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. കാരണം നാട്ടിലായതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പരമാവധി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെയാകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടും, ഞങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കങ്ങനെ ഇടാനേ പറ്റില്ല കേട്ടോ. ഇപ്പോഴും ഞാനിട്ട് വേഗം കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേർച്ച അതൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ ഒരു ഭാഗത്ത് എല്ലാ പ്രോഗ്രാമും അവർ നടത്തിയ ശേഷം നേരെ അവർ അമ്പലത്തിലോട്ട് കയറും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും, എറണാകുളം വരയ്ക്ക് പോയവരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ മാരേജ് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വർഷമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയ ശേഷം ഞാൻ വേലയൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. കാരണം കല്യാണത്തിന് മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ വേലയും പോരും ഉണ്ടെങ്കിൽ എന്തായാലും അത് നമ്മൾ ഒഴിവാക്കില്ല. അപ്പോൾ മാരേജ് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് അങ്ങോട്ട് പോയ ശേഷം നേരെ എനിക്ക് വേലയും പോരൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യമാണ് എനിക്കിങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചേട്ടനാണ് കേട്ടോ. കാരണം ചേട്ടനാണ് കൂടുതലും വേലയും പോരിൻ്റെ മെയിൻ ആൾ ചേട്ടനാണ്. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വേലയും പോരൊക്കെ. കാരണം ചേട്ടന് വരുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു വേലയും പോരൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ പോകട്ടോ, ഒന്നും മിസ്സാക്കാറില്ല. അങ്ങനെ ഞാനും അനിയത്തി അതുപോലെ മേന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ചെറിയച്ഛനും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് വേല കാണുന്നത്. അപ്പോൾ കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഇത്ര പേര് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നല്ല ജനങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് അവിടെ നിറയും. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടികളായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വേലയുടെ ഒരു വീഡിയോ. കാരണം ഇവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം പരിപാടിയൊക്കെ ഒരുവിധം കഴിയാറായി. ഞങ്ങൾ രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് 2ാമത്തെ വേലയാട്ടോ അപ്പോൾ കൂടുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമായി. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വേല കാണുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോക്കോബാറൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എനിക്ക് മറന്നു പോയതാണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ട് കാരണം ഭയങ്കര ടയേർഡായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.